നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കാർത്തികയുടെ അടുത്ത് വന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ നീ ദിലീപിനെ വിളിച്ചു പറഞ്ഞായിരുന്നോ ആ ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം? ഇല്ലമ്മേ, അന്ന് ഇപ്പൊ തന്നെ വിളിച്ചു പറ, അവനൊരു ആപത്തും ഉണ്ടായി കൂടെന്ന് പറഞ്ഞു. അങ്ങനെ ദിലീപിനെ വിളിക്കുകയാണ്. ഈ സമയത്ത് ദിലീപ് ചോദിച്ചു, എന്താ കാർത്തിക? അല്ല, ദിലീപിന്റെ എവിടെയാ? ഞാനും അമ്മേ കുറച്ച് വീടുകൾ കല്യാണം വിളിക്കാനുണ്ടായിരുന്നു ബന്ധുക്കാരുടെയൊക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോവാ. അല്ല, എന്താ എന്തേലും പ്രത്യേകിച്ച് വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടതും കാർത്തിക പറഞ്ഞു, അത് ദിലീപേട്ട, ഒരു പ്രശ്നമുണ്ട്. എന്താ കാർത്തിയെ? അത് അവനുണ്ടല്ലോ ഗംഗാപ്രസാദ്, അവൻ മരിച്ചെന്ന് കരുതിയ ഞങ്ങളൊക്കെ ഇരുന്നേ, പക്ഷെ അവൻ മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കാർത്തിക നീ പറയണെന്ന് ചോദിക്കാം. അതെ ദിലീപേട്ട, അവൻ മരിച്ചിട്ടില്ല. അത് കേട്ടപ്പോ ദിലീപ് പറഞ്ഞു, അല്ല കിരൺ അവനെ കൊന്നെന്നാണല്ലോ പറഞ്ഞേ? അതെ, കൊന്നെന്നാ വിചാരിച്ചോണ്ടിരുന്നേ, പക്ഷെ അവൻ ആ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവനാ കാട്ടില് സ്വരിതയോടെ വസിച്ചോണ്ടിരിക്കുവായിരുന്നു. അന്ന് ക്രിസ്മസ് പാപ്പയായിട്ട് എന്നെ കൊല്ലാൻ വന്ന അവനാന്ന് പറയുവാണ്. അത് കേട്ടപ്പോൾ ദിലീപിന് ഭയങ്കര ടെൻഷനായി. പിന്നീട് കാർത്തി പറഞ്ഞു, ദിലീപേട്ട അധികം പുറത്തേക്കൊന്നും കറങ്ങാനായിട്ട് ഇറങ്ങണ്ട, അറിയാലോ അവൻ എപ്പോഴും ഏത് നിമിഷം എവിടുന്നാ പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ദിലീപേട്ടന് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നീ വിഷമിക്കൊന്നും വേണ്ട, എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനുണ്ട് ദിലീപേട്ട, കല്യാണം അടുത്ത് വരുംതോറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, എന്തിനാ നീ പേടിക്കുന്നേ? ഒന്നും വല്ലേലും അവൻ അന്ന് വന്ന സമയത്ത്, ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ വന്ന സമയത്ത് അവനെ കൊല്ലാനായിട്ട് ധൈര്യസമേതം ഇറങ്ങി ചെന്ന പെണ്ണല്ലേ നീ? എന്നിട്ട് നീയാണോ ഇങ്ങനെ പതറുന്നേ? ഒരു കാരണവശാലും ആത്മസമയനം കൈവിട്ടുകൂടാ, ധൈര്യമായിട്ടിരിക്കണം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്ത് വന്നാലും ഏത് വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അങ്ങനെയൊക്കെ പറഞ്ഞ് കാർത്തിയെ സമാധാനിപ്പിച്ച് ഫോൺ വെക്കുമ്പോ ദിലീപിന്റെ അമ്മ ചോദിച്ചു, എന്താണ് മോനെ പ്രശ്നം? അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്, അവൻ മരിച്ചിട്ടില്ലാന്ന്. എന്റെ ഭഗവാനെ, അവൻ മരിച്ചിട്ടേ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനമ്മേ? മോനെ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്നാൽ ഇങ്ങനൊരു കുടുംബത്തിലേക്ക് നീ ചെല്ലേണ്ട കാര്യമുണ്ടോടാ മോനെ? വലിയ പ്രശ്നമാവത്തില്ലേ? കൊല്ലാൻ നടക്കുന്ന ഒരുത്തന് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അമ്മേ, നമ്മൾ അങ്ങനെ പേടിച്ചിരുന്നിട്ടുണ്ടെ കാര്യങ്ങളും നടക്കില്ല. പേടിച്ചിട്ടുണ്ടെ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് പറ്റില്ല. എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട്. അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം കാർത്തിയെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങളൊക്കെ? അവനോട് സംസാരിച്ചോ? സംസാരിച്ചമ്മേ, ദിലീപേട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞു, വേണമെങ്കിൽ കല്യാണം വരെ വേണ്ടെന്ന് വെക്കാം, മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദിലീപേട്ടൻ സമ്മതിക്കുന്നില്ല. ദിലീപേട്ടൻ പറയുന്ന ഇതൊന്നും പ്രശ്നമില്ലെന്നാ പറയണേ. എനിക്ക് നല്ല വിഷമമുണ്ട്. ചിലപ്പോൾ ദിലീപേട്ടൻ എന്തെങ്കിലും ആപത്ത് വന്നാലോ എന്നോർത്താ. നമുക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, കാരണം നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പേടിയില്ല. പക്ഷെ അവർക്ക് എന്തേലും ഒരു തെറ്റുപോലും ചെയ്യാത്തതാ ദിലീപേട്ടനും കല്യാണിയും കാർത്തികയൊക്കെ, അല്ല കല്യാണിയും കിരണും ഒക്കെ. അവർക്ക് എന്തേലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോമേ? അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവൻ വരട്ടെ, അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കിരണും എസ് ഐയും തമ്മിൽ കണ്ടുമുട്ടുവാണ്. അവര് തമ്മിൽ സംസാരിക്കണ സമയത്ത് എസ് ഐ പറഞ്ഞു, അവൻ കടന്നു കളയുന്ന സമയത്ത്, പുഴ നീന്തി വന്ന സമയത്ത് പുഴക്കരയില് വലയിട്ടുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഫോണും അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ പോയെന്ന് പറയണ. ഫോണും അടിച്ചു മാറ്റിക്കൊണ്ടോ? അതെ, മീൻ മേടിക്കാനെന്ന വ്യാജന അവന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവനോട് മീനിനൊക്കെ വില പറഞ്ഞു. വലിയ വിലയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായി. ഒടുവില് മീൻ വാങ്ങൂല്ലോ എന്ന് കരുതി അയാൾ നിന്നു. ഫോണൊന്ന് വിളിക്കാൻ തരാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാളും കൂടെ കൊടുത്തു. ഫോൺ കൈ കിട്ടിയ ഉടനെ അവന്റെ നടുവിനൊരു തൊഴിയും കൊടുത്ത് അവനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഫോണും കൊണ്ട് കടന്നു കളഞ്ഞേ. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അവന്റെ കാര്യത്തിൽ അത്ര അത്ഭുതപ്പെടാനൊന്നും ഇല്ല സാറേ, ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യും. എസ് ഐ പറഞ്ഞു, അത് ശരിയാ, ഇതിനു മുമ്പ് കാട്ടിലേക്ക് കടന്നു കളഞ്ഞ സമയത്ത് ഒരു ബൈക്കുകാരനെ അവന് ഇടിച്ച് ചമ്മന്തി പരിവാക്കിയിട്ടല്ലേ ബൈക്കും കൊണ്ട് പോയത്. അപ്പൊ അവന് ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിലോ അത്ഭുതമുള്ളെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അവനെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടണം, അല്ലെങ്കിൽ പണിയാന്ന് പറയണം. നീ വിഷമിക്കേണ്ട കിരണൻ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ ഫോണിന്റെ സിമ്മും മറ്റും അതിന്റെ ആ പരിധിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ഉറപ്പായിട്ടും അവൻ ആ ഫോണൊക്കെ കളഞ്ഞു കാണും, സിമ്മും ഉപേക്ഷിച്ച് കാണും. അതെ, സിമ്മ് ഉപേക്ഷിക്കുന്ന ഞങ്ങൾക്കറിയാം, പക്ഷെ ഫോൺ ഉപയോഗിക്കോ സാറേ? ഫോൺ ഉപേക്ഷിച്ച് കളയും. അവന് ആ ഫോണ് എടുത്ത് തന്നെ മിക്കവാറും എന്തിനാണെന്നറിയാവോ? ആ ഫോണ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വിളിച്ചു കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് ഇപ്പോഴെന്ന് അവൻ പറഞ്ഞു കാണും. അങ്ങോട്ടേക്ക് അവന്റെ കൂട്ടുകാർ വന്ന് കാണും. പിന്നെ ആ ഫോൺ അവന് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോകും. അത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു, ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ആൾക്കാര് പോലീസുകാരൻ കൂടുതൽ വേഗത്തിൽ ചിന്തിക്കാണ്ട് തുടങ്ങി. കിരൺ പറഞ്ഞു, ചിന്തിച്ചല്ലേ പറ്റുള്ളൂ സാറേ, ജീവന് ആപത്തുണ്ടാകുന്ന കാര്യമാണെങ്കിൽ ആരാണെങ്കിലും ചിന്തിച്ചു പോവും. അറിയാലോ എത്ര പേരുടെ ശത്രുവാന്നറിയാവോ അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, അവൻ വെക്കാറും വല്ല തമിഴ്നാടിനോ കടക്കാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും ഇല്ല സാറേ, അവൻ തമിഴ്നാടിനൊന്നും കടക്കില്ല. കാരണം എന്താണെന്നറിയാവോ?
അവന് കാർത്തിയുടെ കല്യാണം മുടക്കണം. കാർത്തിയെ ലക്ഷ്മിയമ്മ എന്തേലും ചെയ്യണം. കാർത്തിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് അവൻ ഉറപ്പായിട്ടും വരും. കല്യാണം മുടക്കാൻ അവൻ ശ്രമിക്കും. കല്യാണം നടത്താൻ ഞാനും. ഇനി ഞങ്ങൾ തമ്മിലൊരു യുദ്ധമാ സാറെ കാണാൻ പോന്നേ. സാറൊരു കാര്യം ചെയ്യുക, അവന്റെ പേരിൽ ഒരു എൻകൗണ്ടറും കൂടെ. കാരണം അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ തീർക്കാനായിട്ടുള്ളത്. ഇനി അതാ ചെയ്യണ്ടേ. സാറിന് പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അതും പറഞ്ഞ് കിരണം കൊണ്ട് കാറിൽ കയറിപ്പോയി. അതേ സമയത്ത് കല്യാണിന്റെ അടുത്തേക്ക് രൂപ വരുവാണ്. രൂപ ICU കയറി ചന്ദ്രസേനെ കണ്ടിറങ്ങി വരുവാണ്. പിന്നീട് കല്യാണിയോട് പറഞ്ഞു, മോളെ ഞാൻ അച്ഛനോട് സംസാരിച്ചെന്ന് പറയാം. അല്ല അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, സംസാരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഗംഗാപ്രസാദിന്റെ കാര്യങ്ങളൊക്കെ അച്ഛനോട് തുറന്നു പറഞ്ഞെന്ന് പറയണം. അവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന്. അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്താണ് കിരൺ അങ്ങോട്ട് വരുന്നത്. കിരൺ വന്നിട്ട് പറഞ്ഞു, മൂപ്പന്റെ അടക്കമൊക്കെ കഴിഞ്ഞു. ബൈജുവും രതീഷും എത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അടക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന്. കണ്ടു നിൽക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞ് അവരുടെ വേദനയും കാര്യങ്ങളൊക്കെ. കല്യാണി പറഞ്ഞു, എങ്ങനെ സഹിക്കാൻ പറ്റും? അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു, അവനെപ്പോലൊരു ദുഷ്ടൻ അവിടെ കടന്നു നിന്നിട്ട് ആ പാവങ്ങൾക്കൊന്നും പണി കൊടുത്തില്ലേ? കല്യാണി പറഞ്ഞു, ഞാനും കിരണേട്ടനും ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എത്ര നല്ല സ്വീകരണം അവർ തന്നേന്നറിയാവോ? ഞങ്ങളെ ആഹാരമൊക്കെ കഴിപ്പിച്ചിട്ടാ പറഞ്ഞു വിട്ടത്. അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു, മോളെ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടെ. ഒരു പക്ഷെങ്കിൽ ആ ആഹാരത്തിനകത്തെങ്ങാനും അവന് വിഷം കലർത്താൻ തോന്നിയിരുന്നെങ്കിലോ എന്താകുമായിരുന്നു? കിരൺ പറഞ്ഞു, അതെന്തുകൊണ്ട് അവൻ കലർത്താതിരുന്നാന്നറിയാവോ? തേനിനകത്ത് വിഷം കലർത്തുമെന്ന് അവന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ചെയ്യാതിരുന്നേ. അല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് ഞങ്ങളെ തീർക്കാൻ ശ്രമിച്ചാനും. രൂപ പറഞ്ഞു, എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നേ. അല്ലായിരുന്നെങ്കിലോ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചേനും. കല്യാണി പറഞ്ഞു, എന്നാലും ആ കുടുംബക്കാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. രൂപ പറഞ്ഞു, മോനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ നീ ഒരു കാര്യം ചെയ്യണം, അവിടെ ചെല്ലണം. അവർക്ക് വേണ്ടുന്ന സഹായം എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. കിരൺ പറഞ്ഞു, നമ്മൾ എന്ത് സഹായം ചെയ്തു കൊടുത്തിട്ടും ഒന്നും ആവത്തില്ലമ്മേ. കാരണം മൂപ്പനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുത്താലും അതൊന്നും അവർക്ക് വേശത്തില്ല. കാരണം അവർക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്, അവർക്ക് അത്ര നല്ല സങ്കടമുണ്ട്. അവരുടെ ഒരു ജീവനല്ലേ പോയിരിക്കുന്നത് എന്നൊക്കെ കിരൺ പറഞ്ഞു. അതേ സമയത്ത് അമലു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അവന്റെ ഒരു കുഞ്ഞാണ് തന്റെ വയറ്റി വളരുന്നത്. ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഈ കാര്യങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്റെ അച്ഛന് സംഭവിച്ച അതിനേക്കാളും വലിയ ദുരന്തമായിരിക്കും ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത്. അതൊന്നും അറിയാനായിട്ട് പാടില്ല ആരും. താൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ കുറച്ച് വർഷം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് അമലു കുടിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോഴേക്കും വേലു അങ്ങോട്ട് പാഞ്ഞു വന്ന അതങ്ങോട്ട് തട്ടിയിടുവാണ്. നീ എന്ത് പരിപാടി അമലു കാണിച്ചേ? നീ എന്ത് കാണിക്കണേ? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ? വേണ്ട വേലുവേട്ട വേണ്ട. അവന് നമ്മളെല്ലാരെയും ചതിച്ചു. ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാനല്ലേ കാരണക്കാരി. അങ്ങനെയൊന്നും പറയല്ല അമലു. നിനക്ക് കൂടുതലായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. നീ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നാണ് വേലു പറയണേ. വേലുവിനെ അറിയില്ലോ അവള് ഗർഭിണിയാന്നുള്ള കാര്യം. വേണ്ട വേലുവേട്ടാ, എന്റെ അച്ഛനെ കൊന്ന മഹാപാപിയാണ് ഞാൻ കാരണം എന്റെ അച്ഛൻ മരിക്കാനായിട്ട് ഇടയായത്. സാരമില്ല അമലു, നീ അതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ. നിനക്ക് വേണ്ടിയല്ലേ ഞങ്ങളൊക്കെ ജീവിക്കുന്നേ. ഇനിയിപ്പൊ നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്താ അർത്ഥം ഇരിക്കുന്നേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കൂട്ട ആത്മഹത്യ ചെയ്യാം. അതോ ഇനിയിപ്പം ഞാൻ നോക്കിയിട്ടൊരു മാർഗമുള്ളൂ. അല്ലാതെ നീ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മാമി ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല. നീ ഇങ്ങനെ ഇരിക്കുന്നു. നീ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാമിക്കൊരു ആശ്വാസമാകുമോ? നീ തന്നെ എന്ന് വേണം മാമിയെ ആശ്വസിപ്പിക്കാനായിട്ട്. എഴുന്നേറ്റ് വാ അമലു. വേണ്ട വേലുവേട്ടാ, എന്നെ കൊള്ളില്ല. വേണ്ടാന്ന് പറയണം. അമലു, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നീ എന്റെ ചങ്കിനകത്താ. അതെനിക്ക് പറിച്ചു കളയാൻ പറ്റില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമലുവിന് ഭയങ്കര വിഷമായി. ഇത്ര സ്നേഹമുള്ള ഒരാളെയാണല്ലോ താന് ഇത്രയും നാളും വഞ്ചിച്ചാന്ന് ഓർത്തപ്പം അമലുവിന്റെ നെഞ്ചു പിടഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയല്ലോ. വേലു പറഞ്ഞു, അവനൊരു ദുഷ്ടനാണ്. ചെറിയ ദുഷ്ടനുണ്ടല്ല, അറിയാലോ, ഒരൊന്നാന്തരം ദുഷ്ടനാണ് അവന്. പക്ഷെ അവൻ കാട് കയറി ഇങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ അവന്റെ ദുഷ്ടത്തിലൊന്നും മനസ്സിലാക്കിയില്ല. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആരെങ്കിലും ഇങ്ങോട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ നീ അവരെ അകറ്റി നിർത്തണം. അവരെയൊന്നും നമ്മൾ ആരെയും വിശ്വസിച്ചുകൂടാ. കാരണം വരുന്നവരൊരിക്കലും നല്ലവരായിരിക്കില്ല. ഇങ്ങനെയുള്ളവന്മാരായിരിക്കും ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് അമലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ ഇപ്പൊ തൽക്കാലത്തേക്ക് മാമിയുടെ അടുത്തേക്കല്ല, മാമി ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്ക് എന്നൊക്കെ വേലു പറഞ്ഞു. ഇതേ സമയത്ത് കാർത്തികയുടെ വീട്ടിൽ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. രതീഷും ബാലണ്ണനൊക്കെ ഉണ്ട്. അവർക്ക് ഇങ്ങനെ അവിടെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. അപ്പോഴേക്കും ഹരിയേട്ടൻ അങ്ങോട്ട് കയറി വന്നു. ഹരിയേട്ടൻ വന്നിട്ട് പറഞ്ഞു, എടാ രതീഷെ, ഒരു പണി ഏറ്റെടുക്കുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യണ്ടേ? എന്താ അത്? പിന്നെ നീ പെയിന്റ് അടിച്ച സമയത്ത് അത് നോക്കിയും കണ്ടും വേണ്ട ചെയ്യാനിട്ട് അവിടെ ഇവിടെയൊക്കെ കട്ടി കൂടി ഇരിപ്പുണ്ട്. അത് പിന്നെ പഴയ പെയിന്റ് ചുരണ്ടിക്കളയാനൊന്നും മെനക്കെട്ടില്ല. അതായിരിക്കും കാരണം.
അത് കേട്ട് കഴിഞ്ഞപ്പോ ബാലണ്ണം പറഞ്ഞു, ഇപ്പൊ എല്ലാവരുടെ മനസ്സിൽ ആകെപ്പാടൊരു മൂകതയല്ലേ, എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുമല്ലേ. കാരണം ഗംഗാപ്രസാദ് തിരികെ എത്തിയെന്നുള്ള കാര്യം അറിഞ്ഞ് കഴിഞ്ഞപ്പോ മുതൽ എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണല്ലോ. അത് കേട്ടപ്പം ജഗദീഷ് പറഞ്ഞു, അത് ശരിയാ, അവൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഇനി വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ശാന്തേച്ചി ചായയൊക്കെ ആയിട്ട് ചായ കുടിക്കാൻ പറയണം. ജഗദീഷ് പറഞ്ഞു, ഞാനങ്ങോട്ട് ചായ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ആ സമയത്ത് ഹരിസാറ് പറഞ്ഞു, അല്ല എല്ലാത്തിടത്തും പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിട്ടില്ലേ? ആ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഇനിയിപ്പം ദിലീപിന്റെ വീട്ടിലും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷെ പറയാൻ പറ്റില്ല ഏതൊക്കെ വേഷത്തിലും സ്വഭാവത്തിലും അവൻ വരുന്നേന്ന് ഗംഗാപ്രസാദ്. അപ്പോഴേക്കും ഹരിയേട്ടൻ പറഞ്ഞു, ദിലീപിന്റെ ഫ്രണ്ട്സൊക്കെ ഒരു ദിവസം മുമ്പേ വരുമെന്നാ പറഞ്ഞേ. കാരണം തലേദിവസം വന്നാൽ മതി, പക്ഷെ ഫ്രണ്ട്സൊക്കെ നേരത്തെ എത്തുമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു, പക്ഷെ എനിക്കും നല്ല പേടിയുണ്ട്. കാരണം കല്യാണം നടക്കുന്ന അവന് ഒട്ടും ഇഷ്ടമില്ല. ഈ കല്യാണം മുടക്കാൻ വേണ്ടി എന്തും അവൻ ചെയ്യുമെന്ന് പറയണം. ശാന്ത ചേച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടില്ല, അവനെ തീർത്ത് കളഞ്ഞേക്കണം. അവൻ ജീവനോടെ പിന്നെ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന കാദംബരി പറഞ്ഞു, അല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പറയുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ എങ്കില് അവനെ പിടികൂടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം മുടക്കാനാവട്ടെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഉറപ്പായിട്ടും തീർത്ത് കളയണം. കാരണം അവനെ ഈ കല്യാണം നടക്കാന്ന് പറഞ്ഞാൽ അതവനെ കൊല്ലുന്നതിന് തുല്യമാണ്. അത് കേട്ടപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, അത് മാത്രമല്ല ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ അച്ഛന്റെ ആണ്ട, കാർത്തികയുടെ രണ്ടാനച്ഛന്റെ ആണ്ടാന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ അവൻ അവന്റെ അച്ഛന് വേണ്ടിയിട്ട് ബലിയൊന്നും ചെയ്തിട്ടില്ല. കാർത്തികയാണ് എല്ലാം ചെയ്യാറുള്ളത്. കാർത്തിക സ്വന്തം അച്ഛനായിട്ട് കണ്ടോണ്ടിരുന്ന ഗംഗാപ്രസാദിന്റെ അച്ഛനല്ലേന്ന് ചോദിക്കുക. രതീഷ് പറഞ്ഞു, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് കല്യാണിയും കാർത്തികയും ലക്ഷ്മിയമ്മയും കൂടെ അവരിങ്ങനെ ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, ദേ മോള് കുറെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, ഇതൊക്കെ ഡിസൈൻ ചെയ്ത നയനയാണല്ലോ, അപ്പം നയന തന്നെയാണ് ഇതെല്ലാം സെലക്ട് ചെയ്ത് തന്നെ. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, അത് ശരി തന്നെയാ, ഇപ്പൊ ആവശ്യത്തിന് മിച്ച സ്വർണ്ണമായിട്ടുണ്ട്, ഇത്ര സ്വർണത്തിനൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു പറഞ്ഞു. കല്യാണി പറഞ്ഞു, ഇതൊക്കെ വേണം കാർത്തികേച്ചി എന്ന് പറയണം. അപ്പോഴേക്കുമാണ് കാദംബരി അങ്ങോട്ട് വരുന്നത്. കാദംബരി വന്നിട്ട് പാചകക്കാരനെ കുറിച്ചൊക്കെ പറയാണ്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതെ പുറത്തധികം കേറ്ററിംഗുകാർക്കൊക്കെ കൊടുക്കാത്തതിന്റെ കാരണമുണ്ട്. കാരണം പരിചയമുള്ള മുഖങ്ങൾ മാത്രം മതി എന്ന് കിരണേണ്ട പറഞ്ഞ്. ഇനിയിപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേഷത്തിലെങ്ങാനും ചിലപ്പോൾ അവൻ ഇവിടെ കടന്നു കൂടിയാലോ, ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ സമയം കാർത്തിക പറഞ്ഞു, ദിലീപനോട് ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാദംബരി പറഞ്ഞു, ഇനിയിപ്പം ദിലീപിന്റെ വീട്ടിലെങ്ങാനും അവൻ കടന്നുകൂടുമെന്നൊരു പേടിയുണ്ട്. അവന്റെ സ്വഭാവം വെച്ച് അവൻ അതല്ല അതിലപ്പുറം ചെയ്യുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് എന്താണെങ്കിലും അവിടെ മൂപ്പന്റെ വീട് വരെ ഒന്ന് പോണം. അത് കേട്ടപ്പോൾ കാദംബരി ചോദിച്ചു, അതെന്താ കല്യാണി, അവിടെ പോയി വേലുവിനെ അമലുവിനെ ഒന്ന് കാണണം. ഇടയ്ക്കൊന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ വേലു പറഞ്ഞു, അമലുവിന് നല്ല സുഖമില്ലെന്ന്, പിന്നെ പറ്റുമെങ്കിൽ അവരെ കല്യാണത്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അവനാ ഗംഗാപ്രസാദ് കല്യാണം മുടക്കാൻ വരുമെന്ന് വേലുവിന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അവന്റെ മനസ്സിൽ. വേലു വരണമെന്നും പറഞ്ഞിട്ടാ വേലു ഇരിക്കുന്നത്. അങ്ങനെ എങ്ങാനും അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടാൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടാ വേലു ഇരിക്കുന്നത്. പിന്നെ അവൻ കല്യാണം മുടക്കാൻ വരുമെന്ന് അറിഞ്ഞിട്ട് ഇവിടേക്ക് എന്താളും നല്ല പ്രൊട്ടക്ഷൻ തന്നെ ഏർപ്പാടാക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും വന്നിട്ട് അവനൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കാർത്തിക പറഞ്ഞു, എനിക്ക് ദിലീപേണ്ട കാര്യത്തിലാണ് ടെൻഷൻ. ദിലീപേണ്ട എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് കല്യാണത്തിന് മുമ്പ്, ആ കാര്യത്തിൽ മാത്രമേ ഒരു പേടിയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് കാർത്തിക പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.